സംന്യാസാശ്രമധർമ്മവിധാത്രീം ബ്രഹ്മജ്ഞാനസുധാരസദാത്രീം സദ്ഗുരുരൂപധരാം സർവജ്ഞാം അമൃതാനന്ദമയീം പ്രണമാമി. സ്ഥാപകായ ച ധർമ്മസ്യ സർവധർമ്മസ്വരൂപിണേ അവതാരവരിഷ്ഠായ രാമകൃഷ്ണായ തേ നമഃ. മൂകം കരോതി വാചാലം പങ്കും ലംഘയത്തെ ഗിരിം യത്കൃപാതമഹം വന്ദേ പരമാനന്ദമാധവം. ശ്രുതിസ്മൃതിപുരാണാനാമാലയം കരുണാലയം നമാമി ഭഗവത്പാദശങ്കരം ലോകശങ്കരം. ജയ ജയ ശങ്കര ഹര ഹര ശങ്കര, 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 ജയ ജയ ശങ്കര ഹര ഹര ശങ്കര. നമസ്കാരം സുഹൃത്തുക്കളെ. ഇന്ന് ശനിയാഴ്ച നമ്മൾ വീണ്ടും കണ്ടുമുട്ടിയിരിക്കുകയാണ്. നമ്മുടെ മുകുന്ദമാല ഏതാണ്ട് അതിൻ്റെ പൂർത്തീകരണത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം, ഒരു ആത്മീയ ജീവിതം ചിട്ടപ്പെടുത്താനുള്ള ഏറ്റവും നല്ല സമയമാണ്. ആത്മീയ ജീവിതം ചിട്ടപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ ഒരു നിഷ്ഠയുണ്ടാക്കിയെടുക്കുക, എഴുന്നേൽക്കുന്ന സമയം നിജപ്പെടുത്തുക, ആഹാര കാര്യങ്ങളിൽ ശ്രദ്ധ വയ്ക്കുക, അതുപോലെ തന്നെ എന്തൊക്കെ രീതിയിൽ ശരീരത്തെ പുഷ്ടിപ്പെടുത്തിയെടുക്കാം, മനസ്സിനെ പുഷ്ടിപ്പെടുത്തിയെടുക്കാം എന്നൊക്കെ ചിന്തിക്കുക. ഞാൻ എൻ്റെ ഒരു സാധാരണ കണക്ക്, അതായത് ഞാൻ പൊതുവെ എല്ലാവരോടും പറയുന്നൊരു കണക്ക്, 40 വയസ്സിന് മുമ്പുള്ള ഒരു പുരുഷൻ 15 വയസ്സിനും 40 വയസ്സിനും ഇടയ്ക്കുള്ള ഒരാൾക്ക് ഒരു 100 പുഷപ്സ് എടുക്കാനുള്ള ആരോഗ്യം ഉണ്ടായിരിക്കണം എന്നാണ്. പുഷപ്സ് എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, നിലത്ത് ദണ്ഡാൽ യോഗ എന്ന് പറയും. പുഷപ്സ് എടുക്കുക, 100 പുഷപ്സ് എടുക്കാനുള്ള ആരോഗ്യം ഒരു ശരാശരി പുരുഷനുണ്ടായിരിക്കണം. അല്ലെങ്കിൽ അവന് 100 ബോക്സിംഗ് പഞ്ചസ് ചെയ്യാനുള്ള, ബോക്സിങ്ങിൻ്റെ 100 പഞ്ചസ് ചെയ്യാനുള്ള ആരോഗ്യം ഉണ്ടായിരിക്കണം. 100 കിക്കുകൾ ചെയ്യാനുള്ള ആരോഗ്യം ഉണ്ടായിരിക്കണം. എന്തിനാണ് ഈ 100ൻ്റെ കണക്കെന്ന് പറഞ്ഞാൽ? നമ്മുടെ സ്റ്റാമിനയെ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. അപ്പം ഞാൻ എൻ്റെ ചില ഹാബിറ്റുകളിൽ ചില ഒരു കാര്യം പറയും. അതായത് രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ നമ്മൾ പലർക്കുമുള്ളൊരു പ്രശ്നം, ഇതിപ്പോൾ എല്ലാ പ്രശ്നങ്ങളും ഇതിൽ ചർച്ച ചെയ്യപ്പെടുന്നതുകൊണ്ട് ഇതിൻ്റെ കൂടെ പറയുന്നതേ ഉള്ളൂ. പൊതുവെ എല്ലാവർക്കും ഉള്ളൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ അവർക്ക് ഈ മലശോധന ശരിയാവില്ല എന്നുള്ളതാണ്. അതിന് 2 കാരണങ്ങളാണ് പ്രധാനമായിട്ടുള്ളത്. ഈ മലശോധന ശരിയായില്ലെങ്കിൽ അന്നത്തെ ദിവസത്തിൽ ഏകാഗ്രത കിട്ടുകയില്ല എന്നുള്ളത് സുസ്പഷ്ടമാണ്. ഏകാഗ്രത കിട്ടില്ല, വെറുതെ ജപിക്കാനിരുന്ന് കഴിഞ്ഞാൽ ഉറക്കം തൂങ്ങും. അപ്പോൾ വയറ് ശരിയല്ലെങ്കിൽ തലയും ശരിക്ക് വേക്കുകയില്ല. അപ്പോൾ അതിനെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, എൻ്റെ ഒരു ചിന്താഗതിയാണ്, രാത്രി ഒരല്പം നേരത്തെ ആഹാരം കഴിക്കുക. ഒരു 7:30 മണി 8 മണിക്കുള്ളിൽ, 7:30ക്കും 8:00നും ഉള്ളിൽ രാത്രി ആഹാരം കഴിക്കുക. അതും മിതമായിട്ട് കഴിക്കുക. പണ്ടുള്ളവർ പറയും 4 നേരം കഴിക്കുന്നവൻ ദ്രോഹിയാണെന്നും 3 നേരം കഴിക്കുന്നവൻ രോഗിയാണെന്നും 2 നേരം കഴിക്കുന്നവൻ യോഗിയാണെന്നും പറയും. അങ്ങനെ ഒരു ചൊല്ലുണ്ട്. ഒരു നേരം കഴിക്കുന്നവൻ യോഗി, 2 നേരം കഴിക്കുന്നവൻ ദ്രോഹി അങ്ങനെ ഒരു കണക്കുണ്ട്. 3 നേരം കഴിക്കുന്നവൻ രോഗി എന്നൊക്കെ പറഞ്ഞിട്ട് കണക്കുണ്ട്. അപ്പോൾ ഈ 1 നേരം കഴിക്കുക എന്ന് പറഞ്ഞാൽ നമ്മളെ സംബന്ധിച്ചിപ്പോൾ സാധിക്കില്ല. കാരണം ആളുകൾ യോഗികളല്ല അധികം പേരും. 2 നേരം കഴിച്ചാലും തിരക്കില്ല. പ്രധാനപ്പെട്ട മീൽ 2 നേരം ആയാലും കുഴപ്പമില്ല. പക്ഷേ രാത്രിയിലുള്ള ആഹാരം, രാത്രി സമയത്തെ ആഹാരം ഒരു 7:30 മണിക്കും 8 മണിക്കും ഇടയ്ക്ക് കഴിക്കുക എന്ന് ഉറപ്പ് വരുത്തുക. ആ 7:30ക്കും 8 മണിക്കും ഇടയ്ക്ക് കഴിക്കുന്നത് എത്രയായിരിക്കണം? കൃത്യം പറഞ്ഞാൽ 1 കൈ ആഹാരം കഴിക്കുക. ഇനിയിപ്പോൾ ചോറ് കഴിക്കുന്നവരാണെങ്കിൽ പോലും 1 കൈയിലേക്ക് നിജപ്പെടുത്തുക, 1 കൈ ആഹാരം നിജപ്പെടുത്തുക. 1 കയ്യിൽ ഇങ്ങനെ കുന്നോളമല്ല, 1 കയ്യിൽ എടുത്തിട്ട് വടിച്ചാൽ എത്രയുണ്ടാവും അത്രമാത്രം. കൂടെ അതിൻ്റെ കൂടെ ഈ നാരടങ്ങിയ, ഫൈബർ അടങ്ങിയ ഭക്ഷണം, 4 ഭക്ഷണങ്ങൾ കഴിക്കുക. അല്ലെങ്കിൽ വളരെ ലളിതമായ കഞ്ഞിയാണെങ്കിലും വളരെ കുറച്ച് കഞ്ഞി കുടിക്കുക. 7:30 മണിക്കും 8 മണിക്കും ഇടയ്ക്ക് എന്ത് കഴിക്കണമെങ്കിൽ ആ സമയത്ത് കഴിച്ചോളൂ. എന്നിട്ട് ഒരു 10:30 മണിക്ക് കിടന്നാൽ
കൃത്യമായിട്ട് താനേ തന്നെ സ്വാഭാവികമായിട്ട് നമ്മൾ ഒരു 3:30-4 മണിക്ക് എഴുന്നേൽക്കും. എന്നെ ഒരാൾ റിമൈൻഡ് ചെയ്തു, ഞാൻ മറന്നുപോയൊരു കാര്യം റിമൈൻഡ് ചെയ്തു. 1 നേരം കഴിക്കുന്നവൻ യോഗി, 2 നേരം കഴിക്കുന്നവൻ ഭോഗി, 3 നേരം കഴിക്കുന്നവൻ രോഗി, 4 നേരം കഴിക്കുന്നവൻ ദ്രോഹി എന്നാണ്. അപ്പോൾ താങ്ക് യു മിസ്റ്റർ അജിത് പ്രസാദ് ഫോർ റിമൈൻഡിങ് മീ ദാറ്റ്. അദ്ദേഹം പറഞ്ഞത് 2 നേരം, ഞാൻ മറന്നുപോയതാണ്. ഒന്നാമത്തേത് 1 നേരം കഴിക്കുന്നവൻ യോഗി, 2 നേരം കഴിക്കുന്നവൻ ഭോഗി, 3 നേരം കഴിക്കുന്നവൻ രോഗി, 4 നേരം കഴിക്കുന്നവൻ ദ്രോഹി എന്നാണ്. അത് സത്യവുമാണ്. ശരിക്കും സാമൂഹ്യ ദ്രോഹിയും കൂടിയാണ് 4 നേരം കഴിക്കുന്നത്. അപ്പോൾ അങ്ങനെ രാത്രി നേരത്തെ കഴിച്ചിട്ട് ഒരു 10:30 മണിയാകുമ്പോൾ കിടക്കണം. 10:30 മണിയാകുമ്പോൾ കിടക്കുക എന്ന് പറഞ്ഞാൽ വെട്ടിയിട്ട പോലെ കിടക്കുകയല്ല, അതിനൊരു രീതിയുണ്ട്. അതായത് കിടക്കാൻ പോകുന്നതിന് മുമ്പ് പാദം നന്നായി കഴുകണം. കാല് കഴുകാതെ ഉറങ്ങരുത് എന്നാണ്. കാല് നന്നായിട്ട് പാദം തേച്ച് ഉരച്ച് നല്ല വൃത്തിയായിട്ട് കഴുകിയ ശേഷമേ കിടക്കാൻ പോകാവൂ. അതിനൊക്കെ പല കാരണങ്ങളുമുണ്ട്, അതിന് സൂക്ഷ്മ കാരണങ്ങൾ പലതുമുണ്ട്. എങ്കിലും ഞാൻ പൊതുവേ പറയാം, പാദം നന്നായി കഴുകിയിട്ട് പോയി കിടക്കുക. നേരെ കിടക്കുകയല്ല, കട്ടിൽ അല്പനേരം ഇരുന്നിട്ട് ഒരു മാലയെങ്കിലും ജപിക്കണം. ഒരു മാല എന്ന് പറഞ്ഞാൽ 108 മണിയുള്ള സ്ഫടികത്തിൻ്റെയോ രുദ്രാക്ഷത്തിൻ്റെയോ അല്ലെങ്കിൽ രക്തചന്ദനത്തിൻ്റെയോ തുളസിയുടെയോ മാല എടുത്തിട്ട് 108 മണി ഒരു മാല ജപിക്കണം. ഒരു മാല ജപിച്ച് അത് ഗുരുപാദത്തിൽ സമർപ്പിച്ചിട്ട് വേണം കിടക്കാൻ. ഒരു മാല എന്ത് ജപിക്കും? ഇപ്പോൾ മന്ത്രദീക്ഷ കിട്ടിയിട്ടില്ലാത്ത ആളുകളാണെങ്കിൽ ഓം നമോ നാരായണായ എന്നോ, ഓം നമഃ ശിവായ എന്നോ, ഓം നമോ ഭഗവതേ വാസുദേവായ എന്നോ, ഓം പരാശക്തിയെ നമഃ എന്നോ ഏതെങ്കിലും കോമൺ ആയിട്ടുള്ളൊരു മന്ത്രം. ഗുരുവിങ്കിൽ നിന്ന് മന്ത്രദീക്ഷ കിട്ടിയിട്ടില്ലാത്തവരാണെങ്കിൽ ഓം നമോ നാരായണായ, ഓം നമഃ ശിവായ, അല്ലെങ്കിൽ രാമരാമ എളുപ്പം തീർക്കാമെന്ന് വയ്ക്കില്ലേ. പിന്നെ ഒരു കാര്യം, കിടക്കുന്നതിന് തൊട്ട് മുമ്പ് വരെ ഫോണിൽ നോക്കിക്കൊണ്ട് കിടക്കരുത്. എപ്പോഴാണോ ഉറങ്ങുന്നതിന് അതിന് അരമണിക്കൂർ മുമ്പ് ഫോണിൻ്റെ ആക്ടിവിറ്റിയൊക്കെ നിർത്തി വെച്ചിട്ട് പാദമൊക്കെ നന്നായി കഴുകി വന്ന് കട്ടിലിരുന്ന് അല്ലെങ്കിൽ പായയിലിരുന്ന് ഒരു 10 മിനിറ്റ്, 108 നാമം ജപിക്കാൻ 6 മിനിറ്റ് 7 മിനിറ്റ് മതി ശരിക്കും. നാമം ജപിച്ച് ഗുരുവിങ്കൽ സമർപ്പിച്ചിട്ട് ഇടത് തിരിഞ്ഞ് കിടക്കാം, ഇടതുഭാഗം തിരിഞ്ഞ് കിടക്കാം. രാവിലെ എഴുന്നേൽക്കുമ്പോൾ വലത് തിരിഞ്ഞാണ് എഴുന്നേൽക്കുക. ഇങ്ങനെ ഒരു സിസ്റ്റം ഉണ്ടാക്കിയെടുത്താൽ മനസ്സിലായി. എല്ലാവരും പറയണ്ട, എല്ലാവരും യോഗി യോഗി ഭോഗി എന്നൊക്കെ പറയുന്നത് നേരത്തെ പറഞ്ഞ് തീർത്തു നമ്മളാ വിഷയം. അപ്പോൾ രാവിലെ എഴുന്നേറ്റ് വലത് തിരിഞ്ഞ് എഴുന്നേൽക്കണം. അപ്പോൾ അതിന് രാത്രി എന്ത് ചെയ്യണം? രാത്രി ഇരുന്ന് ജപിച്ച് കിടക്കണം. നിങ്ങൾ ഒരിക്കലെങ്കിലും ജപിച്ചിട്ട് കിടന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ ക്വാളിറ്റി ഓഫ് സ്ലീപ്പ് വളരെ വ്യത്യാസപ്പെടും. ജപിച്ച് പിന്നെ വെള്ളം കുടിക്കുന്നത് കിടക്കുന്നതിൻ്റെ അരമണിക്കൂർ മുമ്പ് വെള്ളം കുടിച്ചിട്ട് വേണം കിടക്കാൻ. അല്ലാതെ കിടക്കുന്നതിന് തൊട്ട് മുമ്പ് വെള്ളം കുടിച്ച് കിടക്കരുത്. കിടക്കുന്നതിന് അരമണിക്കൂർ മുമ്പ് വെള്ളം കുടിച്ചിട്ട് കിടക്കുക. രാത്രി കിടക്കുന്നതിന് മുമ്പ് ഇരുന്നിട്ട് ഒരു മാല ജപിച്ച് ആ ജപിച്ചത് ഭഗവാങ്കൽ അല്ലെങ്കിൽ ഗുരുവിങ്കൽ സമർപ്പിച്ചിട്ട് സമാധാനമായിട്ട് ഇടത്തോട്ട് തിരിഞ്ഞ് കിടക്കുക. ഒരു മനുഷ്യൻ ഒരു ശരാശരി ഉറക്കത്തിനിടയ്ക്ക് 48 തവണ ഇടം വലം തിരിയും എന്നാണ്. അത് ശാസ്ത്രീയമായ കണക്കാണ്. 48 തവണ ഇടം വലം തിരിയും. അത് ഓട്ടോമാറ്റിക്കായിട്ട് തിരിയും. പക്ഷേ കിടക്കുമ്പോൾ നമ്മൾ ഇടത്തോട്ട് തിരിഞ്ഞ് കിടക്കുന്നത് മാത്രം. വലത്തോട്ട് തിരിയരുതെന്ന് അർത്ഥമില്ല. പക്ഷേ കിടക്കുന്ന സമയത്ത് നമ്മുടെ ബോഡി ഇടത്തോട്ട് തിരിഞ്ഞാണ് കിടക്കേണ്ടത്. രാവിലെ വലത്തോട്ട് തിരിഞ്ഞാണ് എഴുന്നേൽക്കേണ്ടത്. അങ്ങനെ നമുക്ക് ഒരു ഹാബിറ്റ്. രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ ഇപ്പം ഞാനൊരു കാര്യം പറയാം. സ്വാഭാവികമായ ഉണർച്ച 3:30 മണിക്കാണ്. സ്വാഭാവികമായിട്ട് ഉണരും നമ്മൾ. ഇങ്ങനെ കിടന്നാൽ രാത്രി നല്ലോണം അടിച്ച് കയറ്റിയിട്ട് കിടന്നു കഴിഞ്ഞാൽ അതിൻ്റെ ദഹനത്തിന് വേണ്ടി ഒരുപാട് സമയമെടുക്കും. എഴുന്നേൽക്കുമ്പോൾ ഒരുപാട് വൈകും. താനെ തന്നെ മലവിസർജനത്തിനും പ്രയാസമായിരിക്കും. അപ്പോൾ അതിനെന്ത് ചെയ്യണമെന്ന് വെച്ചാൽ രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ രാവിലെ എഴുന്നേറ്റ് ജപിക്കാനിരിക്കുമ്പോൾ അല്ലെങ്കിൽ രാവിലെ എഴുന്നേറ്റ് ഈശ്വരനെ ധ്യാനിക്കാനിരിക്കുമ്പോൾ വജ്രാസനത്തിലിരിക്കുക. വജ്രാസനം എന്ന് പറഞ്ഞാൽ മുട്ട് മടക്കിയിട്ട് കാല് രണ്ടും പുറകോട്ടായിട്ട് കാലിൻ്റെ ഉപ്പൂറ്റി ഭാഗത്ത് നമ്മുടെ ബട്ടക്സ് വന്ന് അമരുന്നത് പോലെ ഇരിക്കുക. നട്ടലെന്ന് പറഞ്ഞിരിക്കുക. അങ്ങനെ സ്വാഭാവിക ശ്വാസം, അതിനോട് ശ്വാസമൊന്നും വലിക്കേണ്ട. അങ്ങനെ ഇരുന്ന് പിന്നെ അല്പനേരം ഒരു 10 മിനിറ്റ് അങ്ങനെ ഇരുന്നിട്ട് വേണം എഴുന്നേൽക്കാൻ. അതിൻ്റെ ഒരു കാരണമുണ്ട്. ഈ വജ്രാസനം എന്ന് പറയുന്ന ഒരു ആസനം ഹഠയോഗത്തിൽ പിന്നെ അപ്പോൾ നിങ്ങളിൽ പലർക്കും ഇപ്പോൾ ഒരു സംശയം വന്നത് ഇത് സ്ത്രീകൾക്ക് ചെയ്യാമോ? തീർച്ചയായിട്ടും ചെയ്യാം. ഇതിൽ വേറെ കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് ഇരിപ്പാണത്. അപ്പോൾ അങ്ങനെ ഇരിക്കുന്നതിന് തെറ്റൊന്നുമില്ല. ഇതിൻ്റെ ഉദ്ദേശം ഇതാണ്. ഈ ബവൽസിൽ രാത്രിയിലെ ആക്ടിവിറ്റി കൊണ്ട് നമ്മൾ എന്തൊക്കെ കഴിച്ചു നമുക്കറിയില്ല. ചിലപ്പോൾ നമുക്ക് ഈ ഗ്യാസ് ഡെവലപ്പ് ചെയ്യുന്നതൊക്കെ കഴിച്ചിട്ടുണ്ടാവും. അപ്പോൾ രാവിലെ ആ ഗ്യാസ് ഡെവലപ്പ് ചെയ്തൊക്കെ വയറ്റിൽ ഇങ്ങനെ ചുറ്റി കറങ്ങുന്നതുകൊണ്ട് അവൻ രാവിലെ ബുദ്ധിമുട്ടുണ്ടാക്കാതിരിക്കാൻ വജ്രാസനത്തിൽ ഇരുന്ന് കഴിഞ്ഞാൽ താനേ തന്നെ ബവൽസിലേക്ക് ആ പ്രഷർ വരികയും
വായു റിലീസ്ഡ് ആവുകയും ചെയ്യും. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് മറ്റ് കാര്യങ്ങൾക്ക്, മലവിസർജന കാര്യങ്ങൾക്കൊക്കെ എളുപ്പത്തിൽ നമുക്ക് പ്രയാസമില്ലാതെ നടക്കുകയും ചെയ്യും. മലവിസർജനം ചെയ്ത് കഴിഞ്ഞിട്ട് വേണം നമ്മൾ ദന്തധാവനം, പല്ല് തേക്കൽ ചെയ്യാൻ. കാരണം താഴേക്ക് അപാനവായുവിൻ്റെ ശക്തി കൊണ്ടാണ് ഇത് തള്ളിയിട്ട് മല വിസർജിക്കപ്പെടുന്നത്. അതേ സമയത്ത് ഓട്ടോമാറ്റിക്കലി മുകളിലേക്കും അതിൽ നിന്നൊരു വായു, വയറ്റിൽ നിന്നൊരു വായു വായിലേക്കും വരുന്നുണ്ട്. അപ്പം മലവിസർജനം ചെയ്ത ശേഷം പല്ല് തേക്കുമ്പോൾ പൂർണ്ണമായിട്ടും വൃത്തിയാവും വായ. അങ്ങനെയാണ് ചെയ്യേണ്ടത്. അത് കഴിഞ്ഞിട്ട് കുളിക്കുന്നതിന് മുൻപായിട്ട് നിങ്ങൾക്ക് ചെയ്യാവുന്നൊരു കാര്യം, ശരീരത്തിൻ്റെ മൊത്തം വെൽബീയിങ് ആണ്. ഞാൻ ഒരുപാട് ഇങ്ങനത്തെ ഈ ഗെയ്ഷ്യസ് ആയിട്ടുള്ള പ്രശ്നങ്ങൾ വന്നിട്ട് അതിനെ സ്വയം കണ്ടു പഠിച്ചിട്ടും കേട്ട് പഠിച്ചിട്ടും മാറ്റിയെടുത്തതാണ്. അതുകൊണ്ടാണ് ഇങ്ങനെ അനുഭവത്തിനെ വിളിച്ചെത്താൻ പറയുന്നത്, പുസ്തകം വായിച്ച് പറയല്ല. രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ ചെയ്യാവുന്നൊരു നല്ല കാര്യം എന്താണെന്ന് വെച്ചാൽ, ഒരു വലിയ ഗ്ലാസ്സിൽ കട്ടൻ ചായ ഉണ്ടാക്കുക. ആ കട്ടൻ ചായ ഉണ്ടാക്കുമ്പോൾ അതിലേക്ക് 2 ഗ്രാമ്പൂ ഇടുക. 2 ഗ്രാമ്പൂവിൻ്റെ കണ്ടിട്ടില്ലേ, ഗ്രാമ്പൂ 2 ഇട്ടിട്ട് തിളപ്പിക്കുക. ആ കട്ടൻ ചായ രാവിലെ കുടിച്ചാൽ ബോഡിയിൽ ഒരുവിധപ്പെട്ട ഈ അവിടെ ഇവിടെയൊക്കെയുള്ള ടെൻഷൻസ് താനേ മാറുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. അതിൻ്റെ ശാസ്ത്രീയ വശമൊന്നും ഞാൻ പഠിച്ചിട്ടില്ല, അനുഭവത്തിൽ നിന്നാണ് പറയുന്നത്. വേണമെങ്കിൽ നോക്കിയിട്ട് ഡോക്ടേഴ്സിനൊക്കെ ചോദിച്ചിട്ട് ഗ്രാമ്പൂ കട്ടൻ ചായയിലിട്ട് തിളപ്പിച്ച് കുടിച്ചാൽ എന്താണ്, ക്ലോവ് എന്ന് പറയും, CLOVE ഇട്ട് കുടിച്ച് കഴിഞ്ഞാൽ എന്താണ് ഗുണം എന്ന് നോക്കി. എനിക്ക് വളരെ ഗുണപ്പെട്ടിട്ടുണ്ട്. എൻ്റെ ആക്ടിവിറ്റീസിനൊക്കെ വളരെ ഗുണം ചെയ്തു. വലിയൊരു ഗ്ലാസ്സിൽ കട്ടൻ ചായ കുടിക്കണം. അങ്ങനെയാണ് ഞാൻ ചെയ്യാറുള്ളത്. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബാക്കി ആക്ടിവിറ്റീസിനൊന്നും ബാധിക്കില്ല. എഴുത്തും വായനയ്ക്കും അല്ലെങ്കിൽ മറ്റ് ജപം കാര്യങ്ങൾക്കൊക്കെ വളരെ ഗുണം ചെയ്യും. അതിന് ശേഷം കുളിച്ചിട്ട് വേണം മറ്റു കാര്യം. എക്സസൈസ് ചെയ്യുന്നവർ അതിൻ്റെ ഇടയ്ക്ക് ചെയ്യുകയാണെങ്കിൽ ഇത്രയാണ് ഒരു 20 മിനിറ്റ് ബ്രിസ്ക്കായിട്ടുള്ള എക്സസൈസ്. മെല്ലെ എനിക്ക് സത്യം പറഞ്ഞാൽ അതിൽ വിരോധം കൊണ്ട് പറയുന്നതിൽ നിങ്ങൾക്ക് പലർക്കും വിഷമം തോന്നും. ഈ മെല്ലെ തൊട്ട് എണീറ്റു അങ്ങനത്തെ പരിപാടിയൊന്നുമല്ല. രാവിലെ ബ്രിസ്ക്കായിട്ട് വളരെ പവർഫുള്ളായിട്ടൊരു 50 പഞ്ചസ്, ഒരു 50 കിക്സ്, ഒരു 50 പുഷപ്സ്, ഒരു 50 പുള്ളപ്പ്, ഇങ്ങനെ വളരെ ബ്രിസ്ക്കായിട്ട് ഒരു 20 മിനിറ്റ് ശരിക്ക് നല്ലോണം വിയർത്തൊലിക്കണം ഏത് തണുത്ത കാലത്തും. അങ്ങനെ ചെയ്തിട്ട് അല്പനേരം ശവാസനം കിടക്കുക. എന്തിനാണ്? ഒന്ന് ബോഡി റിലാക്സ് ചെയ്യാൻ വേണ്ടി. അതിന് ശേഷം കുളിച്ച ശേഷം ജപധ്യാനാദികൾക്ക് ഇരിക്കുക എന്നുള്ള രീതി തുടർന്നാൽ നന്നായിരിക്കും. ഇതെന്തിനാ ഇത് പറയുന്നത് വെച്ചാൽ, ഹിന്ദുക്കൾക്ക് ഇത്തരം പൊതു കാര്യങ്ങൾ പറയാൻ മറ്റിടങ്ങളില്ല. നമ്മൾ പലതും ഇഷ്ടം പോലെ ചെയ്യുകയാണ്. അങ്ങനെയല്ല ചെയ്യേണ്ടത്. അതിനൊക്കെ ക്രമമായ നിയമങ്ങളുണ്ട്. പ്രാക്ടിക്കലായിട്ടുള്ള ഹെൽപ്പാണ് ജപിക്കാനും ധ്യാനിക്കാനും ഒക്കെ. ഇതിപ്പോൾ മഹാത്മാക്കൾ പോലും പലപ്പോഴും ഇത്തരം കാര്യങ്ങൾ നേരിട്ട് നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. അമ്മയൊക്കെ ആശ്രമത്തിലെ ബ്രഹ്മചാരികളുടെ ഡെയിലി റൂട്ടീൻ എങ്ങനെയായിരിക്കണം അമ്മ വളരെ നേരിട്ട് തന്നെ പറഞ്ഞു കൊടുക്കാറുണ്ട്. ഇന്നത് ചെയ്യണം, ഇന്നത് ചെയ്യരുത്, ഇന്നതേ കഴിക്കാവൂ. അതൊക്കെ അവർക്ക് അവരുടെ രീതികൾ കൃത്യമായിട്ട് അമ്മ പറഞ്ഞു കൊടുക്കാറുണ്ട്. അമ്മ മാത്രമല്ല, എല്ലാ മഹാത്മാക്കളും നേരിട്ട് ഇടപെട്ടത് പറയാറുണ്ട്. ഇപ്പോൾ ഭഗവാൻ രമണ മഹർഷിയുടെ കാലത്ത് അദ്ദേഹത്തിൻ്റെ ആശ്രമത്തിൻ്റെ അടുത്തായിട്ട് പാലക്കൊത്തുന്നൊരു സ്ഥലമുണ്ട്. അവിടെയാണ് ഈ ഉഗ്രതപസ്വികളായിട്ടുള്ള ഭഗവാന്റെ ശിഷ്യന്മാരായിട്ടുള്ള BV നരസിംഹസ്വാമിയും അതുപോലെ മറ്റേ മുരുകനാരും ഒക്കെ താമസിച്ചിരുന്നു. അവിടെ ചെറിയ കോട്ടേജുകളാണ്. അവിടെ ഒരു കോട്ടേജിൽ താച്ച്ഡ് ബിൽഡിങ്സാണ്. അവിടെ ഒരു ജർമ്മൻ ഭക്തൻ, ഭഗവാന്റെ ഒരു ജർമ്മൻ ഭക്തൻ അവിടെ താമസിക്കുമായിരുന്നു. ഭഗവാൻ ഒരു ഉച്ച നേരമാകുമ്പോൾ ഒന്ന് ഗിരിവലം പോയിട്ട് തിരിച്ചു വരുന്ന സമയത്ത് ഈ പാലക്കൊത്തിലെ ഭക്തന്മാരുടെ, ഈ ശിഷ്യന്മാരുടെ കുടികളുടെ മുമ്പ് കൂടെയാണ് പോവുക. അപ്പോൾ ഈ ജർമ്മൻ ഭക്തൻ ഒരിക്കൽ ഭഗവാൻ പറഞ്ഞു കൊടുത്തൊരു തന്ത്രമാണ്. അതായത് ഈ ജർമ്മൻ ഭക്തന് ഒരു ദിവസം ഒരു വിദേശത്ത്, ജർമ്മൻകാരനാണല്ലോ, വിദേശത്തു നിന്നൊരു കേബിൾ എന്ന് പറയാം, അന്നത്തെ കാലത്ത് കത്തിടപാട് പോലെ കമ്പി വന്നിട്ട് അത് എത്തിക്കാൻ വേണ്ടി പോസ്റ്റ്മാൻ ഇയാളുടെ സ്റ്റീൽ ഡോറാണ്, അതിൽ ഒരുപാട് തവണ ഇടിച്ചിട്ടും ഇയാൾ കേൾക്കുന്നില്ല. അപ്പോൾ അപ്പുറത്തുള്ള കോട്ടേജുള്ള കൊഞ്ചുസ്വാമിയും മുരുകനാരും ഇവരൊക്കെ എഴുന്നേറ്റ് വന്ന് എല്ലാവരും കൂടി ഇയാളെ ഡോറിൽ അടിക്കാനും പിടിക്കാനും ഇയാൾ കേൾക്കുന്നേ ഇല്ല. ഒരു 10-20 മിനിറ്റ് ശ്രമിച്ചിട്ട് ഇയാൾ വാതിൽ തുറക്കാതായപ്പോൾ ഉണ്ട് ഭഗവാൻ നടന്നു വരുന്നു ഉച്ച നേരത്ത്. അപ്പോൾ ഭഗവാൻ വന്നിട്ട് എന്താ ഇവിടെ കൂട്ടം എന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, ഞങ്ങളിങ്ങനെ ഇദ്ദേഹത്തെ കുറേ നേരമായിട്ട് വിളിക്കുകയാണ്, ഇദ്ദേഹം അയാൾ കേൾക്കുന്നില്ല, ഞങ്ങൾ കുറേ നേരമായിട്ട് ഡോറിൽ അടിക്കണമെന്ന് പറഞ്ഞു. അയാൾക്കൊരു കമ്പി വന്നിട്ടുണ്ട് സന്ദേശം എന്ന് പറഞ്ഞു. അപ്പോൾ ഭഗവാൻ പറയുകയാണ്, അയാൾ കേൾക്കില്ല, നിങ്ങൾ ശ്രമിക്കണം, അയാളിപ്പോൾ പുറത്തേക്ക് വരുമെന്ന് പറഞ്ഞു. അപ്പോൾ ഒരു 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ അയാൾ പുറത്തേക്ക് ഇറങ്ങി വന്ന് ഭഗവാനെ കണ്ട്, ഈ കൂട്ടം കണ്ടിട്ട് അയാൾ ഞെട്ടിപ്പോയി. ഭഗവാനെ അയാൾ നമസ്കരിച്ചു. സംഭവം എന്താണെന്ന് വെച്ചാൽ, ഭഗവാൻ പറയാണ്, സത്യത്തിൽ അയാൾ കേൾക്കാത്തതിന് പ്രതി ഞാനാണ് കുറ്റവാളി. എന്താ കാരണം എന്ന് വെച്ചാൽ, അയാൾ എന്നോട് കംപ്ലൈൻറ്റ് പറഞ്ഞിരുന്നു, ധ്യാനിക്കാൻ നേരത്ത് പലരും അവിടെ ശബ്ദം ഉണ്ടാക്കണതും
പലരുടെയും അവിടെ തട്ടും പൊട്ടും കേട്ടിട്ട് എനിക്ക് ഏകാഗ്രത കിട്ടണില്ല, എനിക്കൊരു പ്രാക്ടിക്കൽ സൊല്യൂഷൻ പറഞ്ഞു തരണമെന്ന് പറഞ്ഞിരുന്നു. അപ്പം ഞാൻ അയാൾക്കൊരു 2 ഇയർ ബഡ് ഉണ്ടാക്കി കൊടുത്തിരിക്കുകയാണ് ചെവിയിൽ വെക്കാൻ. എങ്ങനെയാ വെച്ചാൽ നല്ല കാട്ടുതേനും പഞ്ഞിയും കൂടി ചേർത്തിട്ട് ഒരു ഉണ്ട ഉണ്ടാക്കിയിട്ട് 2, അത് ഒരിക്കലും മുറിഞ്ഞു പോലും, അത്രയും പവർഫുള്ളാണത്. അതങ്ങോട്ട് ചെവിയിൽ അടച്ചു വെച്ചാൽ ഇനി ആന വന്ന് ചവിട്ടിയാൽ അറിയില്ല. അപ്പം ഞാനാണ് അയാൾക്കത് പറഞ്ഞു കൊടുത്തത് എന്ന് പറഞ്ഞു. അപ്പോൾ അതിനുശേഷം അവിടെയുള്ള മുരുകനാറും നരസിംഹസ്വാമിയും കുഞ്ചുസ്വാമിയും ഒക്കെ ഈ കാര്യം ശീലിക്കാൻ തുടങ്ങി. പിന്നെ ഒരു ശബ്ദവും അറിയില്ല. അപ്പം ഇങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങളിൽ പോലും സദ്ഗുരുക്കന്മാരുടെ ശ്രദ്ധ നേരിട്ടെത്തും. ഇപ്പോൾ അമ്മയുടെ ആശ്രമത്തിലാണെങ്കിൽ നമുക്കറിയാം, ലോകത്തെ ഏറ്റവും അധികം ആളുകൾ വിസിറ്റ് ചെയ്യുന്ന, പേഴ്സണലി വിസിറ്റ് ചെയ്യുന്ന ഒരു വ്യക്തി അമ്മയാണ്. വ്യക്തിപരമായിട്ട് മറ്റുള്ള ഗുരുക്കന്മാരൊക്കെ സ്റ്റേജിൽ നിന്നിട്ട് ഇങ്ങനെ കാണിച്ചു പോകുന്നതിനെ പോലെയല്ല, അമ്മ ഓരോരുത്തരോടും വ്യക്തിപരമായിട്ട് ബന്ധമുണ്ട്. ഈ ലക്ഷക്കണക്കിന് ആൾക്കാരോടും വ്യക്തിപരമായിട്ട് എൻ്റെ അമ്മ എന്ന് പറയാൻ പാകത്തിൽ അതൊരു അത്ഭുതം തന്നെയാണ്. അപ്പോൾ ഓരോരുത്തരുടെ പ്രശ്നങ്ങളിലും കേൾക്കുമ്പോൾ അതിനൊക്കെ പരിഹാരം അമ്മ പറയും. ഇപ്പോൾ ഞാൻ എൻ്റെ ഒരു സുഹൃത്തിനുണ്ടായൊരു അനുഭവം കൂടി പറഞ്ഞിട്ട് ക്ലാസ്സിലേക്ക് കടക്കാം. എൻ്റെ സുഹൃത്ത് ഒരു 3 വർഷം 4 വർഷമായിട്ടേ ഉള്ളൂ തോന്നുന്നു, 4-5 വർഷമായി കാണും തോന്നുന്നു. അയാൾക്ക് പെട്ടെന്ന് ഈ മാറിടത്തിൽ, ആൺകുട്ടികൾക്ക് ഈ ഒരു 9ാം ക്ലാസ് 10ാം ക്ലാസ് പഠിക്കുമ്പോൾ ഈ മാറിടത്തിൽ ഒരു കല്ലിപ്പ് പോലെ വേദന പോലെ വരും ചെസ്റ്റിൽ. അത് ഇയാൾക്ക് വന്നത് കുറച്ച് പ്രായം ആയതിനു ശേഷമാണ്. 20-25 വയസ്സ് കഴിഞ്ഞിട്ടാണ് ഇയാൾക്ക് വന്നത്. അപ്പോൾ ഇയാൾ വളരെ കൺസേൺഡ്. അപ്പോൾ ഷർട്ടൊക്കെ ഇടുമ്പോൾ തന്നെ, ഷർട്ട് തട്ടുമ്പോൾ പോലും ഭയങ്കര വേദനയാണ്. അപ്പോൾ ഒരു തവണ ഇയാൾ വള്ളിക്കാവിൽ അമ്മയെടുത്ത്, പല ഡോക്ടർമാരെയും കാണിച്ചിട്ട് അതിനൊന്നും വലിയ ഗുണമൊന്നും കാണാത്തതുകൊണ്ട് വള്ളിക്കാവിൽ അമ്മയെടുത്ത് പറയാമെന്ന് വിചാരിച്ചു. എന്താ അതിങ്ങനെ വരുന്നതെന്ന് അറിയണമല്ലോ. അപ്പം ഭക്തന്മാർക്ക് അമ്മയോട് എന്തും പറയാം. ഏതൊരു മക്കൾക്കും അതിന് യാതൊരു തടസ്സവും ആശ്രമത്തില്ല. അമ്മയോട് എന്ത് വിഷമമുണ്ടെങ്കിലും എന്ത് വിഷയമുണ്ടെങ്കിലും പറയാനുള്ള സ്വാതന്ത്ര്യവും, അമ്മ അതിന് സമയവും കണ്ടെത്തും. അമ്മയ്ക്ക് അത്രയും ഭൂമിയോളം ക്ഷമയും ഉണ്ട്. അപ്പം ഇയാൾ പോയിട്ട്, അന്നാണെങ്കിൽ വലിയ തിരക്കാണ് ആശ്രമത്തിൽ നിന്ന്, ഒരുപാട് ഭക്തന്മാർ വന്ന ദിവസമാണ്. ദർശനം അതിവേഗത്തിലാണ് അമ്മ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ സമയത്ത് ഇയാൾ അടുത്ത് പോയിട്ട് പറഞ്ഞു, അമ്മ എനിക്കിങ്ങനെ മാറിലിങ്ങനെ വേദന പോലെ വരുന്നു, എന്താ ചെയ്യുകയെന്ന് ചോദിച്ചു. അപ്പോൾ അമ്മ തിരക്കിലാണ്. അപ്പോൾ അമ്മ പറഞ്ഞു, മോനെ നീ പിന്നെ ആനയുടെ നഖം അരച്ചിട്ട് അവിടെ ഇടാൻ പറഞ്ഞു. ആനയുടെ നഖം അരച്ചിട്ട്. അപ്പോൾ ഇവൻ അത് ഇട്ടിട്ട് ഒരു സെക്കൻഡിൽ, എനിക്കൊന്ന് 2-3 സെക്കൻഡ് കൊണ്ട് ദർശനവും കഴിഞ്ഞു. ഇവൻ ഇങ്ങോട്ട് പോകുന്നു, പെട്ടെന്ന് മാറി ഇങ്ങോട്ട് അടുത്ത ആൾ ദർശനത്തിന് പോയി. അപ്പോൾ ഇവൻ അത് കഴിഞ്ഞിട്ട് എന്നെ വിളിച്ചിട്ട് ഇങ്ങനെ സംസാരിച്ച് പറഞ്ഞു, അമ്മ ആനയുടെ നഖം അരച്ചിടാനാണ് പറഞ്ഞിട്ടുള്ളത് എന്നുള്ളത് വിവരം പറഞ്ഞു. അപ്പോൾ സാധാരണഗതിയിൽ അങ്ങനെ ഒരു മഹാത്മാവ് പെട്ടെന്ന് ഈ തിരക്കിനിടയ്ക്ക് നീ ആനയുടെ നഖം അരച്ച് തേക്കാൻ പറഞ്ഞാൽ തമാശയാക്കിയതാണ്, കളിയാക്കിയതാണെന്നേ തോന്നുള്ളൂ. ഈ തിരക്കിലാണ് അതൊക്കെ പറയുന്നത്, അങ്ങനെ പറഞ്ഞാണെന്നേ തോന്നുള്ളൂ. പക്ഷേ പിന്നീട് അയാളൊരു വൈദ്യൻ്റെ അടുത്ത് പോയി. ആ വൈദ്യൻ്റെ അടുത്ത് പോയപ്പോൾ വൈദ്യൻ പറഞ്ഞത്, ഇതിനൊറ്റ മരുന്നേ ഉള്ളൂ ഇത്തരം കല്ലിപ്പിന്, ആനയുടെ നഖം ഉരച്ചിട്ട് അവിടെ തേച്ചിടുന്നതാണ് അതിൻ്റെ നീര് വലിയാൻ നല്ലതെന്ന് പറഞ്ഞു കൊടുത്തു അത്രേ. അപ്പോൾ ഏറ്റവും സൂക്ഷ്മമായ വൈദ്യശാസ്ത്രത്തിലെ കാര്യങ്ങൾ പോലും വളരെ സൂക്ഷ്മമായിട്ട് ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കുന്നൊരു ശക്തിയാണത്. അതായത് ഈ തിരക്കിനിടയ്ക്കാണ് ഈ പറയുന്നത്. ഈ ഇടയ്ക്ക് ഇപ്പുറത്തെ സ്കൂളിലെ പ്രശ്നം പറഞ്ഞ ആൾ വരും, ഹോസ്പിറ്റലിലെ കാര്യങ്ങൾ പറഞ്ഞിട്ട് ആൾക്കാർ വരും, എഞ്ചിനീയറിംഗ് കോളേജിലെ പ്രശ്നം പറഞ്ഞിട്ട് ആൾക്കാർ വരും. ഇങ്ങനെ 10,000 പ്രശ്നങ്ങൾ കേട്ടിട്ടും തൻ്റെ ഉള്ളിൽ ഇളകാത്ത സഹജ സമാധിയാണ് ഒരു മഹാത്മാവിൻ്റെ യഥാർത്ഥ ലക്ഷണം. അതൊരു അത്ഭുതം തന്നെയാണ്. അപ്പോൾ അതിനിടയ്ക്ക് പോലും ചെറിയൊരു പ്രാക്ടിക്കൽ സൊല്യൂഷൻ അമ്മ പറഞ്ഞു കൊടുക്കുന്നത് എത്ര കറക്റ്റാണ്. അത് നിസ്സാരമല്ല, അമ്മ വെറുതെ പറയുന്നതല്ല എന്ന് ഞാൻ പറയുകയാണ്. അങ്ങനെ എല്ലാ കാര്യത്തിലും, ഇപ്പോൾ ചെറിയ ചെറിയ കാര്യത്തിൽ പോലും ശ്രദ്ധ വേണം. അപ്പോൾ ഈ ആഹാര കാര്യങ്ങൾ ശ്രദ്ധിക്കുക, ലോക്ക്ഡൗൺ കാലത്ത് എഴുന്നേൽക്കുന്ന സമയം നിജപ്പെടുത്തുക, സാധന ചെയ്യാൻ വേണ്ടിയിട്ട് 1 മണിക്കൂറെങ്കിലും, ഒരു യാമം നീക്കി വെക്കണം. ശരിക്കും 1 മണിക്കൂറെങ്കിലും നീക്കി വയ്ക്കുക. ജപിക്കേണ്ട രീതികൾ പരിശീലിക്കുക, ആഹാരക്രമം ശ്രദ്ധിക്കുക. ഞാൻ ഈ പറഞ്ഞ പോലെ രാവിലെ നല്ലൊരു വലിയ ഗ്ലാസ്സിൽ കട്ടൻ ചായ ഉണ്ടാക്കിയിട്ട് അതിൽ 2 കട്ടൻ ചായ തിളപ്പിക്കുമ്പോഴേ 2 ക്ലോവിൻ്റെ 2 ഇതിടുക, 2 ഗ്രാമ്പു എടുത്തിട്ടിട്ട് തിളപ്പിച്ച് കുടിക്കുക. എനിക്കത് അനുഭവപ്പെട്ടിട്ടുണ്ട്. നിങ്ങളൊന്ന് ശ്രമിച്ച് നോക്കിയിട്ട് എന്നോട് പറയൂ എങ്ങനെയുണ്ടെന്ന് കേട്ടോ. ഇനി നമുക്ക് ഇന്നത്തെ ശ്ലോകം നോക്കാം. ഇന്ന് രസകരമായ നല്ല അതായത് ഇന്ന് വളരെ ലോകപ്രസിദ്ധമായിട്ടുള്ള ശ്ലോകമാണ് ഇന്നുള്ളതെന്ന് തോന്നുന്നു. എല്ലാവർക്കും മിക്കവാറും അറിയുന്ന ഒരു ശ്ലോകമാണെന്ന് തോന്നുന്നു. 31ാമത്തെ ശ്ലോകം ഇന്നലെ കണ്ടു. ഇതം ശരീരം പരിണാമപേശരം എന്നുള്ളത് കണ്ടു ഇന്നലെ. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് ഈ രസകരമായൊരു ശ്ലോകമാണ്. വാരാകരവരസുത, ഭഗവാനെ കൃഷ്ണ വിഷ്ണു അങ്ങയുടെ ഭാര്യ വാരാകരവരസുത, അതായത് സാഗര കന്യകയാണ്, സാഗരത്തിൻ്റെ പുത്രിയാണ്, അങ്ങയുടെ പാൽക്കടലിൻ്റെ മകളാണ് അങ്ങയുടെ ഭാര്യ ലക്ഷ്മീദേവി.
തേ തനുജോ വിരിഞ്ച, അങ്ങയുടെ മകനാരാണ്? സാക്ഷാൽ വിരിഞ്ചനായിട്ടുള്ള ബ്രഹ്മാവാണ്. കാരണം എന്താ? പത്മനാഭസ്വാമിയുടെ നാഭിയിൽ നിന്നാണ് ബ്രഹ്മാവ് ഉണ്ടായത്. അപ്പോൾ ബ്രഹ്മാവ് ആരാണ്? ശരിക്ക് പത്മനാഭസ്വാമിയുടെ മകനാണ്, മകൻ്റെ സ്ഥാനമാണ്. സ്തോത വേദസ്തവ, അങ്ങയെ സ്തുതിക്കുന്നത് ആരാണ്? സാക്ഷാൽ വേദങ്ങൾ തന്നെയാണ് അങ്ങയെ സ്തുതിക്കുന്നത്. സുരഗണോ ഭൃത്യവർഗ, ഈ ദേവന്മാരൊക്കെ അങ്ങയുടെ ആരാണ്? അങ്ങയുടെ ഭൃത്യന്മാരാണ്. ഈ ദേവന്മാർ മുഴുവൻ അങ്ങയുടെ സേവയാണ് അവർ ചെയ്യുന്നത്. പ്രസാദ മുക്തിഹി, അങ്ങ് നൽകുന്ന പ്രസാദം എന്താണ്? അങ്ങയെ ഭജിച്ചാൽ എന്താണ് പ്രസാദമായിട്ട് കിട്ടുക? അങ്ങയെ നിത്യം പൂജിച്ചാൽ എന്താണ് പ്രസാദമായിട്ട് കിട്ടുക? പ്രസാദ മുക്തിഹി, അങ്ങ് കൊടുക്കുന്നത് മുക്തി തന്നെയാണ്, മോക്ഷം തന്നെയാണ് അങ്ങ് കൊടുക്കുന്ന പ്രസാദം. ഏറ്റവും ഉയർന്ന പ്രസാദമാണ്. മായാ ജഗത് അവികലം താവകി, ഈ ലോകം മുഴുവൻ അവികൽ നിറഞ്ഞിരിക്കുന്ന മായ അവിടുത്തേതാണ്. വിഷ്ണു മായയാണ് ഈ ലോകത്തെ മുഴുവൻ നിറഞ്ഞിരിക്കുന്നത്. ദേവകി തേ മാതാ, ദേവകി അങ്ങയുടെ അമ്മയാണ്, മാതാവാണ്. മിത്രം വലരിപുസുത, ഇന്ദ്രൻ്റെ മകൻ, വലരിപുവിൻ്റെ മകൻ, ഇന്ദ്രൻ്റെ മകനാണ് അങ്ങയുടെ സുഹൃത്ത് അർജുനൻ. അർജുനനാണ് അങ്ങയുടെ സുഹൃത്ത്, ലോകത്തെ വില്ലാളി വീരൻ. ത്വയി അത അന്യത് ന ജാനേ, ത്വയ്യതോന്യെന്ന ജാനേ, ത്വയി അത അന്യത് ന ജാനേ, അങ്ങയെപ്പറ്റി ഇതൊക്കെ അല്ലാതെ വേറൊന്നും എനിക്കറിയില്ല, ഇത് മതി എന്നർത്ഥം. എന്ന് വെച്ചാൽ ഭഗവാൻ വിഷ്ണുവിനെപ്പറ്റി അറിയുന്ന കാര്യങ്ങൾ തന്നെ ഞെട്ടിപ്പിക്കുന്നതാണ്. ഇനി കൂടുതൽ എന്താ അറിയേണ്ടത്? സാക്ഷാൽ മഹാലക്ഷ്മി തന്നെ ഭാര്യ അല്ലേ? ലോകം മുഴുവൻ അവിടുത്തെ മായ നിറഞ്ഞിരിക്കുന്നു. അവിടുത്തെ ഭൃത്യന്മാരെന്ന് പറഞ്ഞാൽ ദേവന്മാർ മുഴുവൻ അവിടുത്തെ ഭൃത്യന്മാരാണ്. അതുപോലെ സാക്ഷാൽ സൃഷ്ടികർത്താവായ ബ്രഹ്മാവ് അവിടുത്തെ പുത്രനാണ്. അതുപോലെ ദേവകി അവിടുത്തെ അമ്മയാണ്. ഇന്ദ്രൻ്റെ പുത്രനായ അർജുനൻ അവിടുത്തെ സഖാവാണ്, സുഹൃത്താണ്. ഇങ്ങനെയുള്ള അങ്ങയെ ഭജിക്കാൻ ഞാൻ ഭാഗ്യം ചെയ്യണം എന്നാണ് ഇതിൻ്റെ അർത്ഥം. ഇതല്ലാണ്ട് എനിക്ക് വേറൊന്നും അറിയില്ല എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം അതാണ്. അടുത്ത മന്ത്രം വളരെ രസകരമായ, ലോകം മുഴുവനുള്ള കൃഷ്ണഭക്തർ എപ്പോഴും ജപിക്കാറുള്ള, അല്ലെങ്കിൽ കൃഷ്ണഭക്തർക്ക് അറിയാവുന്ന മന്ത്രമാണ്. കൃഷ്ണോ രക്ഷതു നോ ജഗത്രയ ഗുരു, കൃഷ്ണം നമസ്യാമ്യഹം, കൃഷ്ണേനാമരശത്രവോ വിനിഹതാ, കൃഷ്ണായ തുഭ്യം നമഃ. കൃഷ്ണാദേവ സമുത്ഥിതം ജഗദിദം, കൃഷ്ണസ്യ ദാസോസ്മ്യഹം, കൃഷ്ണേ തിഷ്ഠതി സർവമേതദഖിലം, ഹേ കൃഷ്ണ രക്ഷസ്വ മാം. 3 ലോകത്തിൻ്റെയും ഗുരു ആരാണ്? ശ്രീകൃഷ്ണനാണ്. കൃഷ്ണോ രക്ഷതു നോ ജഗത്രയ ഗുരു, ജഗത്രയ ഗുരുവായ 3 ലോകത്തെയും കാക്കുന്ന ഗുരുനാഥനായ ശ്രീകൃഷ്ണൻ നമ്മെ രക്ഷിക്കട്ടെ, നമ്മളെ. കൃഷ്ണം നമസ്യാമ്യഹം, അങ്ങനെയുള്ള കൃഷ്ണനെ ഞാൻ നമസ്കരിക്കുന്നു. കൃഷ്ണേന, കൃഷ്ണനാൽ, അമരശത്രവ, ദേവശത്രുക്കളായ രാക്ഷസന്മാർ, വിനിഹതാ, കൊല്ലപ്പെട്ടു. കൃഷ്ണനാൽ രാക്ഷസന്മാർ കൊല്ലപ്പെട്ടു. കൃഷ്ണായ തുഭ്യം നമ, അങ്ങനെയുള്ള കൃഷ്ണനായിക്കൊണ്ട് നമസ്കാരം. ഇതം ജഗത്ത് കൃഷ്ണാദേവ സമുദ്ധിതം, ഈ ലോകം കൃഷ്ണനിൽ നിന്ന് തന്നെ ഉണ്ടായതാണ്. അതുകൊണ്ടാണല്ലോ വിരിഞ്ചിയായിട്ട് സാക്ഷാൽ ബ്രഹ്മാവ് പോലും അവിടുത്തെ പുത്രനാണെന്ന് പറയാൻ കാരണം അതാണ്. ഞാൻ ശ്രീകൃഷ്ണൻ്റെ ദാസനാണ്. കൃഷ്ണസ്യ ദാസോസ്മ്യഹം, കൃഷ്ണൻ്റെ ദാസനാണ് ഞാൻ. ഏതദഖിലം സർവം, ഈ ലോകം എല്ലാം തന്നെയും ഹേ കൃഷ്ണ, കൃഷ്ണനിൽ നിന്ന്, ശ്രീകൃഷ്ണനിൽ, കൃഷ്ണയെ തിഷ്ഠതി, കൃഷ്ണനിൽ നിലനിൽക്കുന്നു. അതായത് ഏതൊന്ന് ഭഗവാനിൽ നിന്നുണ്ടാവുന്നുവോ, ഏതൊന്ന് ഭഗവാനിൽ നിലനിൽക്കുന്നുവോ, ഏതൊന്ന് ഭഗവാനിൽ വിലയം ചെയ്യുന്നുവോ, സൃഷ്ടിസ്ഥിതി സംഹാരകാരകനായിട്ടുള്ള സാക്ഷാൽ കൃഷ്ണൻ എന്നെ രക്ഷിച്ചാലും ഹേ കൃഷ്ണ രക്ഷസ്വമാം എന്ന് പ്രാർത്ഥിക്കുകയാണ് ഇവിടെ 33ാമത്തെ ശ്ലോകത്തിലൂടെ. ഇന്ന് നമ്മൾ കൃത്യസമയത്ത്, ഏകദേശം കൃത്യസമയത്താണ് തുടങ്ങിയത്. 9:02 തുടങ്ങിയത്. അപ്പോൾ 9:30 ആവാനായി. എല്ലാവരും ഇന്ന് പറഞ്ഞ കാര്യങ്ങളിൽ വളരെ പ്രാക്ടിക്കലായ ചില കാര്യങ്ങൾ ഞാൻ എൻ്റെ ജീവിതത്തിൽ കൊണ്ട് ചിട്ടപ്പെടുത്തിയതിൽ നിന്ന് മനസ്സിലാക്കിയ കാര്യങ്ങളാണ്. ഇത് നിങ്ങൾക്കും പരീക്ഷിച്ച് നോക്കാവുന്നതാണ്. രാവിലെ എഴുന്നേറ്റിട്ട് ഒരു 10 മിനിറ്റിലധികം വജ്രാസനത്തിൽ ഇരുന്ന് കഴിഞ്ഞാൽ ഈ രാവിലെയുള്ള ഗ്യാസ്ട്രിക് ട്രബിൾ കൊണ്ട് മലവിസർജനം തടസ്സപ്പെടുന്നവർക്കെല്ലാം നല്ല ആശ്വാസം ഉണ്ടാവും. അത് ചെയ്ത് കഴിഞ്ഞിട്ട് അതിന് ശേഷം ഒരു വലിയ ഗ്ലാസ് കട്ടൻ ചായ കുടിക്കണം, എക്സസൈസ് ചെയ്യണം, കുളിക്കണം, കുളി കഴിഞ്ഞ് ജപിക്കണം. ഇങ്ങനൊരു സിസ്റ്റം ഉണ്ടാക്കിയെടുക്കൂ. നല്ലതാണ്. എല്ലാവരും അഭിപ്രായം പറയണം. എന്താണ്
ഇങ്ങനെ കട്ടൻ ചായ അങ്ങനെ കുടിച്ചിട്ട് വല്ല ഗുണമുണ്ടോ? ഇനി അതിനെപ്പറ്റി മെഡിക്കൽ സയൻസ് ഒന്നും എനിക്കറിയില്ല. അത് പഠിച്ചിട്ട് അറിയാവുന്നവർ എനിക്ക് പറഞ്ഞു തന്നാൽ ഞാനും അത് സന്തോഷിക്കും. ഹര നമഃ പാർവതീപതയേ ഹര ഹര മഹാദേവ.